ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തട്ടുകട സ്റ്റൈൽ ബോട്ടിയും കൊള്ളിയാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കഴിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളാണ് വെക്കാനായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കിട്ടും, പീസാക്കിയിട്ടും കിട്ടും. പിന്നെ നമ്മൾ അതിനൊന്ന് ചൂടുവെള്ളത്തിലും അതുപോലെ നേരിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം കഴുകാൻ, അല്ലെങ്കിൽ അത് ഭയങ്കര ഉറപ്പ് വരും കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ വിനാഗിരി ഒഴിച്ചിട്ടൊക്കെയാണ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറി വയ്ക്കാൻ ഈസിയാണ്, അധികം വലിയ, കാരണം ഓൾറെഡി നമുക്കിത് നന്നാക്കി കിട്ടുന്നത് കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കപ്പ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിയും കൊള്ളിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബോട്ടിയാണ്. ഇത് ബീഫിൻ്റെ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിട്ടും, ഇവിടെ പാക്കറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. ഇനി അതൊരു കുക്കറിലേക്ക് ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇപ്പം ഞാൻ ഇടുന്നില്ല. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുക്കറിലിട്ടിട്ട് ഇനി നമ്മൾ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും പൊടികൾ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ഇടുക, ഉപ്പിടുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. അധികം വെള്ളം വേണ്ട, എന്നാലും ജസ്റ്റ് അടിയെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 7 വിസിൽ, ഞാൻ ഈ ബോട്ടി 7 വിസിൽ അടിച്ചിട്ടുണ്ട്. അതൊരു ബോട്ടിയുടേതനുസരിച്ചിട്ടായിരിക്കും, എങ്ങനെ പോയാലും അത്യാവശ്യം വേവുള്ളതാണത്. ഇനി നമുക്ക് അതവിടെ ഇരുന്നിട്ട് വിസിലടിച്ച് കറക്റ്റ് ആകുമ്പോൾ നമുക്കതെടുത്ത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം, 2 കരയാമ്പ് ഇട്ട് കൊടുക്കുക, ഒരു വഴണയിൽ ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചതച്ചതാണ് കേട്ടോ. ഒരു 10-12 വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 2 പച്ചമുളക്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ സവാള മാത്രം ഇട്ടാലും മതി. ഇനിയിപ്പോൾ സവാള ഒഴിവാക്കിയിട്ട് ചെറുള്ളി മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ചെറുള്ളി മാത്രമാണെങ്കിൽ ഒരു 10-25 ചെറുള്ളിയൊക്കെ ഒരു 2-3 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഭയങ്കര ചെറുതായിട്ട് എരിയണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം, കാരണം ഓൾറെഡി നമ്മൾ ബോട്ടി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതൊക്കെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കണ്ടോ, ഈ ഒരു പാകമായപ്പോഴാണ് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ നേരത്തെ അത് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മസാലയിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കറി കുറച്ചുകൂടി തിക്കായിട്ട് വരികയും ചെയ്യും. അങ്ങനെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ പൊടികളുടെയും പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6-7 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ബോട്ടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, ഇത് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ബോട്ടി വേവിച്ചപ്പോൾ നമുക്ക് അതിൽ കിട്ടിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിന്നൊരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിത് ബോട്ടിയും കൊള്ളിയും മിക്സ് ചെയ്യണമല്ലോ ഇതിലേക്ക് കൊള്ളി, അപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി ബോട്ടി കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കിത്തൊന്നും ബോട്ടിയും കൊള്ളിയും കൂടെ കഴിക്കില്ല കേട്ടോ, ബോട്ടി മാത്രം അവന് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കുറച്ച് കപ്പ, അതായത് കൊള്ളിയിട്ട് കൊടുക്കാം. അങ്ങനെ കൊള്ളിയും ബോട്ടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ വീഡിയോ പിടിക്കുന്നതിനാട്ടോ ഞാനിങ്ങനെ കുത്തി നിൽക്കുന്നത്, എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിയും കൊള്ളിയും മിക്സ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാത്ത കൊള്ളിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.